ആദിയുടെ കാറ് മുറ്റത്ത് വന്നു നിന്നതും കീർത്തി സ്റ്റെപ്പുകൾ ഓടിയിറങ്ങി. അന്ന് എന്നെ ഇവിടെ ആക്കി പോയിട്ട് ഇപ്പോഴാണോ വരാൻ തോന്നിയത്? അവൾ കെറുവോടെ മുഖം വീർപ്പിച്ചു. എൻ്റെ കീർത്തു, വീട്ടിലെ പ്രോബ്ലങ്ങൾ നിനക്കറിയാലോ? ആ അറിയാം. നീ എന്താ ഈ കോലത്തിൽ? 12 മണിക്ക് ഹോസ്പിറ്റലിൽ എത്തേണ്ടതാ. ഫസ്റ്റ് ദിവസമല്ലേ? ആദി പറഞ്ഞു. അത് വാ. അവൻ്റെ കയ്യിൽ പിടിച്ച് റൂമിലേക്ക് നടന്നു. വേണ്ട വേണ്ട, നീ റെഡിയായിട്ട് വാ, ഞാൻ ഹാളിലിരിക്കാം, കരുണമാമ ഉള്ളതാ. എന്നാ ഞാൻ വരുന്നില്ല. അവൾ വാശിയോടെ നിന്നു. ആദി ചുറ്റിനും ഒന്ന് കറങ്ങി നോക്കി അകത്തേക്ക് കയറി. ബെഡിൽ സാരിയും ടോപ്പും ജീൻസും എടുത്തു വെച്ചിട്ടുണ്ട്. ഏത് വേണോ അതു? അവൾ കൊഞ്ചുന്നു. സാരി എടുത്ത് കീർത്തിയുടെ കയ്യിലേക്ക് കൊടുത്തു. ഡോക്ടർ അല്ലേ, ജോയിൻ ചെയ്യുന്ന ദിവസവും പിന്നെ നിന്നെ സാരി ചുറ്റി കണ്ടിട്ടുമില്ല. അവൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറിപ്പോയി. ആദു ഉറക്കെ വിളിച്ചു. ഡോർ പതിയെ തുറന്നു. നീ സ്വപ്നം കാണുവാണോ? ഒന്ന് വന്നേ. സ്കർട്ടും ബ്ലൗസുമാണ് വേഷം. ആദി എഴുന്നേൽക്കാതെ ആ ഇരിപ്പാണ്. ഒന്ന് വാ ആദു. ദേ ഈ ബ്ലൗസിൻ്റെ വള്ളി കെട്ടിത്തന്നാൽ മതി. കൈ എത്തുന്നില്ല, അതല്ലേ. കെട്ടാൻ പറ്റില്ല എങ്കിൽ എന്തിനാ വള്ളിയൊക്കെ വയ്ക്കുന്നേ? അവളുടെ ദുരുദ്ദേശം മനസ്സിലാകാതെ എഴുന്നേറ്റു. കീർത്തി നാണത്തോടെ തിരിഞ്ഞു നിന്നു. ആ ഒരു ഹൂക്കും കൂടി ഇടണേ. മുടി പിന്നിലേക്ക് മാറ്റിയതും ആദിയുടെ കൈ വിറച്ചു പോയി. മിററിൽ തെളിഞ്ഞു കാണുന്ന അവളുടെ കുസൃതി നിറഞ്ഞ മുഖം. അവൻ്റെ വിരലുകൾ പിൻകഴുത്തിലൂടെ അലഞ്ഞു നടന്നു. ചുണ്ടുകൾ ചേർത്ത് അമർത്തി മുത്തി. കുറുകലോടെ മുന്നിലേക്ക് വളഞ്ഞു പോയവളുടെ അരയിലൂടെ കൈയിട്ട് ചേർത്ത് നെഞ്ചിലേക്ക് അമർത്തി. തോളിൽ താടി ഊന്നി. ഡോക്ടർക്ക് താങ്ങാനുള്ള കഴിവ് ലേശം കുറവാ. ഷോൾഡറിൽ ചുംബിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അവൾ തിരിഞ്ഞ് ആദിയെ നോക്കി നിന്നു. അവൾ രണ്ടും കൽപ്പിച്ചാണ്. ആദിയുടെ കണ്ണുകൾ പരതി നടക്കുന്നുണ്ട് എന്തിനെയോ തേടി. പെട്ടെന്ന് വാടി, ലേറ്റാവുന്നു. തലയിൽ ഒന്ന് കൊട്ടി. അവൻ്റെ മറുപടിയിൽ അവൾ വായ പൊളിച്ചു. പിന്നീടുള്ള ദിവസങ്ങളിൽ അഫി അവളുടെ മുഖത്തേക്ക് നോക്കാതായി. രാത്രി വൈകി വരുന്ന ശീലം പതിവായതും ലക്ഷ്മിയുടെ നെഞ്ചിൽ ഒരു പ്രളയം തന്നെ രൂപപ്പെട്ടു. അവൻ ബെഡിലും അവൾ നിലത്തുമാണ് കിടപ്പ്. അതിന് അഫി എതിരൊന്നും പറഞ്ഞില്ല. അവൻ അകന്നു പോവാണെന്ന് മനസ്സിലാകുന്നുണ്ട് ലക്ഷ്മിക്ക്. ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ ഇന്ദുജയും നിധിയും ഇനിയുള്ള ശേഷിക്കുന്ന ദിവസങ്ങളുടെ എണ്ണം പറഞ്ഞ് ചിരിക്കുന്നു. രാത്രി റൂമിലേക്ക് കയറുമ്പോൾ വല്ലാത്ത സ്മെല്ലും പുകച്ചുരുളും ഉയർന്നു. നിലത്താകെ കത്തിത്തീർന്ന സിഗരറ്റുകൾ. ലക്ഷ്മി വെപ്രാളത്തോടെ അവനെ നോക്കി. അഫി കരച്ചിലോടെ ഉച്ചത്തിൽ തന്നെ വിളിച്ചു. ഇന്നെന്തോ കഴിക്കാൻ ഒരു മൂഡ് തോന്നിയില്ല. അവൻ ഒരു പഫ് എടുത്തു. അവൾ മൂക്കിൽ വിരൽ വെച്ചു. അത്രയ്ക്ക് പറ്റുന്നില്ലേൽ മറ്റേതേലും റൂമിലേക്ക് മാറിക്കോ. അവൻ പരുഷമായി സംസാരിച്ചു. ലക്ഷ്മി ബെഡ്ഷീറ്റ് എടുത്ത് നിലത്ത് വിരിച്ചു. അഭിയെ തന്നെ നോക്കിക്കിടന്നു. അവനിൽ നിന്ന് പ്രണയത്തോടെ അല്ലേലും ഒരു നോട്ടം പ്രതീക്ഷിച്ചു. പക്ഷെ ഉണ്ടായില്ല. ഫോൺ നിർത്താതെ റിങ് ചെയ്യുമ്പോഴാണ് ലക്ഷ്മി കണ്ണുകൾ വലിച്ചു തുറന്നത്. അഫി ഉറങ്ങിയിട്ടില്ല. എന്താ? എൻ്റെ ഫോൺ. എനിക്ക് ഇഷ്ടമുള്ളവർ വിളിക്കും, പലതും സംസാരിക്കും. നീ അത് ശ്രദ്ധിക്കണ്ട. അവൻ കോൾ അറ്റൻഡ് ചെയ്തു. നീയോ? എന്താ ഈ സമയത്ത്? അഫി ചുണ്ടിലൂറിയ ചിരിയോടെ എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് നടന്നു. ഏതേലും പെമ്പിള്ളേരാവോ? എങ്ങനെ അറിയാം? വല്ലാത്ത പരവേശത്തോടെ ജഗ്ഗിൽ നിന്ന് കുറച്ച് വെള്ളം കുടിച്ചു. ഇരുന്ന് കിണിക്കാതെ എന്താന്ന് വെച്ചാൽ പറയടാ. ചിരി മങ്ങി കനത്തിൽ തന്നെ ചോദിച്ചു. നിന്റെ സീതാലക്ഷ്മിക്കായി ഒരു ഗിഫ്റ്റ് ഞാൻ പാക്ക് ചെയ്തു വെച്ചു. കുറച്ച് സമയം കഴിയുമ്പോൾ മോർച്ചറിയിലേക്ക് മാറും. അവളോട് പറഞ്ഞേക്ക്. യാദവ്. അഫി പല്ല് കടിച്ചു പിടിച്ച് വിളിച്ചു. എന്താ എന്നല്ലേ? അവളുടെ ആങ്ങള അവനെ പോകാൻ പോവാ. അവസാനമായി ചേച്ചിക്ക് കാണാൻ ആഗ്രഹം ഉണ്ടാവും. ഇപ്പോൾ കൊണ്ടുവന്നാൽ. അഫിയുടെ ചെന്നിയിലെ നീല ഞരമ്പുകൾ ഇങ്ങ് പിടച്ചു കയറി. സിദ്ധുവിനെന്താ പറ്റിയേ? എൻ്റെ ചെക്കൻ എന്തേലും സംഭവിച്ചാൽ യാദവേ, നീ പതുങ്ങിയിരിക്കുന്നത് എവിടെയോ അവിടെ വരും. വലിച്ചു തൂക്കി പുറത്തിട്ട് തീർക്കും അഭിമന്യു. ഒളിച്ചിരിക്കാതെ നേർക്ക് നേർ വാടാ. യാദവ് ഉറക്കെ ചിരിക്കുന്നുണ്ട്. ഇവിടെ മെഡിക്കൽ കോളേജിൻ്റെ വരാന്തയിൽ ആ കിഴവനും കിഴവിയും തല്ലതല്ലി കരയുക. എന്താ ചെയ്യുക? കോൾ കട്ടായി. അഫി ഓടി വന്ന് ഡ്രസ്സ് മാറി. ഞാനിന്ന് വരില്ല. ഡോർ ലോക്ക് ഇട്ടോ. തിരിഞ്ഞു നോക്കാതെ പറയുന്നവനെ കാണാൻ പോലും കഴിയുന്നില്ല. അത്രയ്ക്കും കണ്ണുനീർ കാഴ്ചയെ പൊതിഞ്ഞിരുന്നു. പോവുകയാണ്. ഇനി ആ ശീലം കൂടിയേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ കരച്ചിൽ ചീളുകൾ റൂമിൽ നിറഞ്ഞു നിന്നു. നീണ്ട 4 മണിക്കൂർ യാത്ര.
ഇടയ്ക്ക് സിദ്ധുവിൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു. പക്ഷേ കണക്റ്റ് ആവുന്നില്ല. മെഡിക്കൽ കോളേജിൻ്റെ വലിയ മതിൽക്കെട്ടിനകത്തേക്ക് കാറ് കയറി. പാർക്കിങ്ങിൽ നിർത്തി ഇറങ്ങുമ്പോൾ സമയം വെളുപ്പിന് 2 മണി. റിസപ്ഷനിൽ തിരക്കുമ്പോൾ ICUവിലാണെന്ന് അറിയാൻ കഴിഞ്ഞു. ഓടി ഇരച്ചു വരുമ്പോൾ മാധവനും അച്ചമ്മയും തലയ്ക്ക് കൈതാങ്ങിയിരിക്കുന്നുണ്ട്. അവനെ കണ്ടപാടെ അച്ചമ്മ വാവിട്ട് കരഞ്ഞു. മാധവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ കുതിച്ചു പെയ്യുന്നു. ICUവിൻ്റെ വാതിലിലേക്ക് നോക്കി നിശ്ചലമായിരിക്കുന്നു. അങ്കിൾ. അഫി ആ മരവിച്ച ശരീരത്തിൽ അമർത്തി പിടിച്ചു. ഒന്ന് ഏങ്ങിപ്പോയിരുന്നു ആ അച്ഛൻ. ഡോക്ടർ എന്തു പറഞ്ഞു? സിദ്ധൂട്ടന് എന്താ പറ്റിയേ? ഡോക്ടർ ഇതേവരെ ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾക്ക് ഒന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല കുഞ്ഞെ. നഴ്സുമാർ ഇടയ്ക്ക് വരും പോകും. അച്ചമ്മ വിതുമ്പൽ അടക്കി പറഞ്ഞു. ഇന്ന് എൻ്റെ കുഞ്ഞിൻ്റെ ലാസ്റ്റ് എക്സാം ആയിരുന്നു. 6 മണിയായിട്ടും വീട്ടിൽ വന്നില്ല. തിരക്കി കവലയിൽ പോയി, അവൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലും. പരീക്ഷ കഴിഞ്ഞ് മോൻ കോളേജിൽ നിന്ന് ഇറങ്ങിയത്രേ. പിന്നെ ഇവിടെ ആശുപത്രിയിൽ നിന്ന് വിളിച്ചു. ആരോ ഉപദ്രവിച്ചതാ. മാധവൻ മുഖം പൊത്തി പിടിച്ചു. അഫി അമർത്തി മൂളി. നിമിഷങ്ങൾ കഴിഞ്ഞതും ഡോക്ടർ പുറത്തേക്ക് വന്നു. ഒരു 40 വയസ്സ് വരുന്ന ലേഡി ഡോക്ടറാണ്. അവർ മാധവനെ നോക്കി ഹൃദ്യമായി പുഞ്ചിരിച്ചു. പേടിക്കണ്ട, കുട്ടി ഓക്കെയാ. അവർ തലചരിച്ച് അഫിയെ നോക്കി. ഇവർക്കൊപ്പം വന്നതാണോ? എന്നാ കം വിത്ത് മീ. ഡോക്ടർ പറഞ്ഞതും അഫി അവർക്ക് പിന്നാലെ നടന്നു. ഒപ്പം ചെല്ലാൻ നിന്ന മാധവനെ അവൻ തടഞ്ഞു. അഫി ആദ്യം ടേബിളിലിരിക്കുന്ന നെയിം ബോർഡിലേക്കാണ് നോക്കിയത്. ഡോക്ടർ മൃദുല, കാർഡിയോളജിസ്റ്റ്. നിങ്ങൾ സിദ്ധാർത്ഥിൻ്റെ ആരാ? മൃദുല ചോദിച്ചു. ബ്രദറാണ്. അഫിയുടെ മറുപടി പെട്ടെന്നായിരുന്നു. എന്നാ ഒരുപാട് വൈകണ്ട, സർജറി നടത്തണം. ഇനി 1 വർഷമൊന്നും നീട്ടിക്കൊണ്ട് പോകണ്ട. അവൻ്റെ മുഖത്ത് സംശയം. അത്രയ്ക്കും സീരിയസ് ആണോ മാഡം? മൃദുല അന്തം വിട്ട് അവനെ നോക്കി. ബ്രദർ എന്നല്ലേ പറഞ്ഞത്? അനുജൻ്റെ അസുഖ വിവരം തനിക്കറിയില്ലേ? നീയൊക്കെ എവിടുത്തെ സഹോദരനാ? ആ കുട്ടി വർഷങ്ങളായി എൻ്റെ പേഷ്യൻ്റാ. അവർ ദേഷ്യപ്പെട്ടു. മാം, ഞാൻ സിദ്ധാർത്ഥിൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ്. എനിക്കൊന്നും അറിയില്ല. സിദ്ധൂട്ടന് എന്താ അസുഖം? സോറി, ഹീസ് എ ഹാർട്ട് പേഷ്യൻ്റ്. അഫി ഞെട്ടിപ്പോയി. വാട്ട്? ഇങ്ങനൊരവസ്ഥയിലൂടെ ആ കുട്ടി കടന്നു പോകാൻ തുടങ്ങിയിട്ട് 3 വർഷത്തോളമായി. കാശിൻ്റെ ബുദ്ധിമുട്ട് കാരണം സർജറി നീണ്ടുപോകുന്നു. ഇനി എന്തായാലും പറ്റില്ല. ഈ ചെറിയ കുട്ടിയെ ആരാ ഇങ്ങനെ ഉപദ്രവിച്ചത്? ഇനി അവർക്ക് ആള് മാറിപ്പോയതാണോ? ചവിട്ടി ചതച്ചു, അതും നെഞ്ചിൽ തന്നെ. അഫി മൗനമായി കുറച്ച് നിമിഷം ഇരുന്നു. സമയം നോക്കുമ്പോൾ നേരം പുലർന്നിരുന്നു. എനിക്കിന്ന് ഡേ ഡ്യൂട്ടി ഇല്ല. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ തീരുമാനം അറിയിക്കണം. വൈകിപ്പിച്ചാൽ ആ കുട്ടിയുടെ ജീവൻ. നോ, എനിക്ക് അവൻ്റെ റിപ്പോർട്ടുകൾ ഒന്ന് കാണാൻ പറ്റുമോ? എൻ്റെ ബ്രദർ മെഡിക്കൽ പ്രൊഫസറാണ്. അവനോട് കൂടിയെന്ന് ആലോചിച്ചിട്ട്. ഓ, വൈ നോട്ട്? മൃദുല ടേബിളിലിരുന്ന സിദ്ധുവിൻ്റെ ഹെൽത്ത് റിപ്പോർട്ട് അടങ്ങിയ ഫയൽ അഫിക്ക് നേരെ നീട്ടി. തുടരെ ഫോണിലേക്ക് വരുന്ന നോട്ടിഫിക്കേഷൻ. ഗ്രീൻ ടീ ടേബിളിലേക്ക് വെച്ച് അതിലേക്ക് സൂക്ഷിച്ച് നോക്കിയിരുന്നു. തൊട്ടടുത്ത നിമിഷം അവൻ അഫിയെ തിരികെ വിളിച്ചു. നീ എവിടെയാ? സിദ്ധാർത്ഥ് ലക്ഷ്മിയുടെ ആദി ചോദിച്ചു. ഞാനിവിടെ ഹോസ്പിറ്റലിലാ. എന്താ ചെയ്യണ്ടേ? ഷിഫ്റ്റ് ഹിം, ആദി പറഞ്ഞു. എവിടേക്ക്? കീർത്തി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ. അവിടെ എൻ്റെ ഫ്രണ്ടുണ്ട്, ഒപ്പം അവളും. ഹറിയപ്പ്. ആദി, അത്രയ്ക്കും സീരിയസ് ആണോ? ചാൻസ് ഉണ്ടോ? 99%. ബട്ട് വൈകണ്ട. സീത അറിയരുതാദി. എന്നോട് ഇതേപ്പറ്റി ഒരു വാക്ക് പറഞ്ഞിരുന്നാൽ കാര്യങ്ങൾ ഇത്രത്തോളം പോകില്ലായിരുന്നു. കയ്യിൽ കിട്ടിയിരുന്നാൽ കരണം നോക്കിയൊന്ന് കൊടുക്കാമായിരുന്നു. അഫി പല്ല് കടിച്ചു. സിദ്ധുവിനെ അർജൻറ്റായി ഡിസ്ചാർജ് ചെയ്തു. ICUവിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആ തളർന്നു മയങ്ങുന്നവനെ കണ്ട് കരച്ചിലടക്കാൻ അച്ചമ്മയും മാധവനും പാടുപെട്ടു. ആംബുലൻസിലേക്ക് കയറ്റി. അങ്കിൾ. അഫി ഹൃദയം പൊട്ടി നിൽക്കുന്ന മാധവനെ ചേർത്ത് പിടിച്ചു. തോളിൽ തട്ടി. ഞാനില്ലേ, സർജറി ഉടനെ നടത്താം. പേടിയൊന്നും വേണ്ട. സിദ്ധൂട്ടൻ പഴയതുപോലെയാവും. എൻ്റെ കാറ് ഇവിടെ കിടക്കുക. ഞാനും അച്ചമ്മയും അതിൽ വരാം. മാധവൻ തല കുലുക്കി സമ്മതിച്ചു. ആദി പറഞ്ഞ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. എന്തിനും കീർത്തിയും അവനൊപ്പം ഉണ്ടായിരുന്നു. സിദ്ധു മയക്കം വിട്ട് കണ്ണുകൾ തുറന്നു. ചുറ്റിനും പരതി പിടിച്ചു നോക്കി. അവനെ കണ്ടതും സന്തോഷത്തിൽ പുഞ്ചിരിച്ചു. ചേട്ടൻ. അഫി അവൻ്റെ തലമുടിയിൽ മൃദുവായി തഴുകി. എപ്പോൾ വന്നു? എൻ്റെ ചേച്ചി എവിടെ? സീത അറിഞ്ഞിട്ടില്ല. സർജറി കഴിയട്ടെ, എന്നിട്ട് പറയാം. നിന്നെ ഞാനങ്ങ് കൊച്ചിക്ക് കൊണ്ടുപോകാം. സർജറിയോ? ഉടനെയാണോ?
പോവുകയാണെങ്കിൽ കാറ് മതി. എനിക്ക് അതിൽ പോകാനാ ഇഷ്ടം, സിദ്ധു ആഹ്ലാദത്തിൽ പറഞ്ഞു. അഫി തലകുലുക്കി. ഇറങ്ങട്ടെ അങ്കിൾ, 2 ദിവസം ഞാനിവിടെ ഉണ്ടാവില്ല. സിദ്ധൂട്ടൻ്റെ സർജറിക്കന്ന് രാവിലെ വരാം. തിരികെ പോകും മുന്നേ ഒരു ചെറിയ പണിയുണ്ട്. വലിയ ഹോസ്പിറ്റൽ. മാധവന് പരിഭ്രമം. ഒന്നുകൊണ്ടും പേടിക്കണ്ടങ്കിൾ, ഞാനിവിടെ ഉണ്ടാവും, കീർത്തി പറഞ്ഞു. അഫി പോകാനിറങ്ങി. മാധവനെ അവിടെ നിർത്തി അച്ചമ്മയും അവനൊപ്പം പോയി. ദേടാ ചെറുക്ക. എൻട്രൻസ് കടക്കും മുന്നേ ആ വിളി. അഫി രൂക്ഷമായി അവളെ നോക്കി അടുത്തേക്ക് ചെന്നു. ഇനിയും ആ പാവത്തിനെ സങ്കടപ്പെടുത്തിയാലുണ്ടല്ലോ. അവൻ കീർത്തിയെ അടിമുടി നോക്കി. പോടാ ചെകുത്താനെ, ഞാൻ കണ്ടതാ. അവൾ ചുണ്ട് കോട്ടി ചിരിച്ചു. എന്ത്? നീ എന്താ കണ്ടേ? നിന്റെ കണ്ണ് നിറഞ്ഞത് സീതാലക്ഷ്മിയുടെ വീട്ടുകാരോട് ഇത്രയും ഇഷ്ടമുണ്ടേൽ ഈ രാവണന് സീതയോട് എന്തായിരിക്കും? കൊള്ളാം. അഫി ഒന്നും പറയാതെ നടന്നു നീങ്ങി. വീട്ടിലേക്ക് വന്ന് ഫുഡും കഴിച്ച് വർമ്മയോടും ആദിയോടും ഒരുപാട് നേരം സംസാരിച്ചു നിന്നു. ലക്ഷ്മി അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. അഫി നല്ല ഉറക്കമായിരുന്നു. ലക്ഷ്മി അവന് അടുത്തിരുന്നു. ഇന്നലെ എവിടെ അഫി പോയേ? എന്തായാലും അതിനാവില്ല. എന്നാലും ഒരു പേടി. അല്പസമയം അവൻ്റെ പിൻഭാഗത്ത് മുഖം ചേർത്ത് വെച്ച് കിടന്നു. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ കോഫിയുമായി മുന്നിൽ നിൽക്കുന്നവളെ കണ്ടതും അവൻ്റെ കൈ തരിച്ച് കയറി. അന്നാണ് അഫി ലക്ഷ്മിയെ നോക്കിയത്, അതും ദേഷ്യത്തിൽ. അവിടെ വെച്ചേക്ക്, എടുത്തടിച്ച പോലെ പറഞ്ഞു. നിമിഷ നേരം കൊണ്ട് ഫ്രഷായി. ബാഗിൽ ഡ്രസ്സും മറ്റും പെറുക്കി വയ്ക്കുന്നവനെ നോക്കി നിന്നു. എവിടെ പോകുന്നു എന്ന് ചോദിക്കാൻ പറ്റില്ല, പറയുമായിരിക്കും. വെറുതെ ആശിച്ചു. ഒരു വാക്കുപോലും പറയാതെ അവൻ പോയി.